അഫാൻ്റെ അമ്മയ്ക്ക് മകനെ വേണം. 2 ആൺകുട്ടികളാണ് ആ അമ്മയ്ക്കുണ്ടായിരുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു. അയാളെ കൊന്നത് മൂത്ത സഹോദരൻ തന്നെ. പക്ഷേ അമ്മയ്ക്കിപ്പം മക്കളില്ല. അമ്മയുടെ ഒരു മകൻ കൊല്ലപ്പെട്ടു, ഏക മകൻ. മറ്റു മകൻ ഇപ്പം ജയിലിലുമാണ്, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അമ്മയ്ക്ക് തൻ്റെ മകനെ വേണം എന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. മകനെ കുറ്റക്കാരനായിട്ട് ഷെമി എന്ന അമ്മ കരുതുന്നില്ല. അവനങ്ങനെ ചെയ്യില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. അവൻ തലയ്ക്കടിച്ചു എന്ന് അവൻ പറഞ്ഞെങ്കിലും പോലീസിൻ്റെ അടുത്ത് അവനടിച്ചതല്ല, താൻ തറയെ വീണപ്പോൾ ഉണ്ടായ മുറിവാണ്. കട്ടിൽ നിന്ന് താഴെ പോയി. അന്നേരം ഇത്ര മാരകമായ മുറിവ് എങ്ങനെ വന്നുള്ള ചോദ്യത്തിന്, ആ പോലീസ് ചോദ്യത്തിന് മറുപടിയുണ്ട്. ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നുകൂടെ തലയടിച്ചു വീണു. അതാണ് അമ്മയുടെ ഡിഫൻസ്. ആ അമ്മ ഒരു കാലത്തും തൻ്റെ മക്കളെ തഴയത്തില്ല. ഒരു മകൻ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് മറ്റേ മകനെ ചേർത്ത് പിടിക്കും. അത് മാതൃസ്നേഹം തന്നെയാണ്. നമുക്ക് ആ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. മക്കൾ എത്ര കൊലപാതകമായാലും ശരി, എത്ര വലിയ ക്രിമിനലായാലും ശരി, ആ ഒരമ്മയും മകനെ തഴയില്ല എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പാഠം. അതുകൊണ്ട് ഷെമി എന്ന് പറയുന്ന ആ അമ്മ ഈ മകനെ തഴുകാൻ ശ്രമിക്കുകയാണ്. അതൊരമ്മയുടെ അവകാശമാണ്. അതിന് നമ്മൾ എതിർത്ത് നിൽക്കാൻ പാടില്ല. റഹീം എന്ന പിതാവ് ഇനി മകന് വേണ്ടി ജാമ്യത്തിൽ ഇറക്കാനോ അതിനു വേണ്ടി മുന്നോട്ട് വരില്ല എന്നും പറയുന്നു. അതൊക്കെ ശരിയായിരിക്കും. 5 പേരെ കൊന്നതാണ്, സ്വന്തം രക്തത്തിലുള്ളവരെയാണ് കൊന്നത്. അതൊക്കെ ശരി. 21 വയസ്സുകാരനാണ് അത് ചെയ്തത്. പിതാവ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ അമ്മയുടെ ഒപ്പം ചേരാതിരിക്കാൻ കഴിയില്ല. അവർ രണ്ടും ഒറ്റപ്പെട്ടു പോയി, സമൂഹത്തിലും ബന്ധുക്കളുടെ ഇടയിലും ആ നാട്ടിലുമൊക്കെ. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നാകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ദുര്യോഗം അവർക്ക് താങ്ങാൻ കഴിയില്ല. അവർ രണ്ടുപേരും ഒരേ ദുഃഖക്കാരും ഒന്നിച്ച് കണ്ണീർ വാഴ്ത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് അവരൊന്നിച്ച് ചേരട്ടെ. അതിനുള്ള സാഹചര്യം ബന്ധുക്കളും നാട്ടുകാരും പോലീസും ഒരുക്കണം. അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. കൊലപാതക മകനെ അപ്പൻ സ്നേഹിക്കാൻ പാടില്ല, അല്ല അമ്മ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്കാർക്കും അവകാശമില്ല. അത് ന്യായവുമല്ല. മക്കളാണ്. ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട്, അവരുടെ വീട് അവിടെ 2 കൊലപാതകം നടന്ന സ്ഥലമാണ്. ആ വീട്ടിൽ ഇനി അവർക്ക് താമസിക്കാൻ കഴിയില്ല. സാമ്പത്തികമായ ഒത്തിരി ബാധ്യത അവർക്കുണ്ട്. ആ വീടും സ്ഥലവും വിറ്റ് അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കട്ടെ. എന്നിട്ട് അവർ സ്വച്ഛമായ ഒരു വാടക വീട്ടിലേക്ക് മാറട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന 24 ന്യൂസ് ചാനൽ റഹീമിനൊരു വീടുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. വളരെ നല്ല കാര്യം. 24നെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ ചാനൽ ഒരു ചെറിയ വീടെങ്കിലും എത്രയും പെട്ടെന്ന് അത് വാടകയ്ക്കായാലും വാടക പണം കൊടുക്കുക. അതുപോലെ ചെറിയൊരു വീട് വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ ചെറിയ വീട് വാങ്ങിച്ച് അമ്മയും അപ്പനെയും അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കളെ അവിടെ താമസിപ്പിക്കാൻ 24 എടുക്കുന്ന ശ്രമത്തിന് തീർച്ചയായും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. ആർദ്രമായി സ്വാഗതം ചെയ്യും എല്ലാവരും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. സ്വതന്ത്രമായി അവർക്ക് 24 വാങ്ങിച്ചു കൊടുക്കുന്ന ആ വീട്ടിൽ താമസിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തികമായ പ്രാരബ്ധങ്ങൾ അതിനകത്തുനിന്ന് ഒരു മോചനം ലഭിക്കാൻ അവർ ശ്രമിക്കണം. അതിന് അവരുടെ വീടും സ്വത്തുക്കളും വിറ്റുകളയണം. അവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്ന എമൗണ്ടുകൾ കൊടുത്തു തീർക്കുക. അവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. അവരോട് സ്നേഹിച്ചിരുന്ന് പണം കൊടുത്ത അവർക്കും മാനസികമായും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, അവർക്കും പണം ലഭിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരുമല വീട്ടിലെ അവർക്കിനി താമസിക്കാൻ ഷെമിക്കും റഹീമിനും മാനസികമായി ഒരിക്കലും സാധിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് അത് വിറ്റുകളെ എന്ന് ഞാൻ പറയുന്നത്. വിറ്റ് കഴിഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാറാം. അവർ രണ്ടുപേരും ഒന്നിച്ച് 24 വാങ്ങിച്ചു കൊടുക്കുന്ന വീട്ടിലേക്ക് താമസം മാറാം. ഇല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് തൽക്കാലം മാറണം. രണ്ടുപേരും ഒന്നിച്ചിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അത് അവരുടെ മരണം വരെ മനസ്സിൽ കിടക്കും, മാറില്ല. പക്ഷേ 2 മക്കളും അവരുടെയാണ്, അതിന് തർക്കമില്ല. ഇളയ കുട്ടി കൊല്ലപ്പെട്ടു, മൂത്ത കുട്ടി മാത്രമേ ജീവനുള്ളൂ. അവന് ഇനി ഇവരുടെ അടുത്തേക്ക് വരാൻ സാധിക്കുമോ, ഇവരുടെ അടുക്കലേക്ക് എത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യം വേറെ. പക്ഷേ അവനെ കാണാൻ ജയിലിൽ പോകണം, അവനെ കാണണം.
അമ്മയും അപ്പനും കാണുമ്പം അവനൊരു ആശ്വാസം, മാനസികമായ സംഘർഷത്തിൽ നിന്ന് കുറേ അയവുകൾ തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് അതിലേക്ക് പോകണം. പോലീസ് അന്വേഷണം കഴിഞ്ഞ് റിമാൻഡ് ചെയ്യുമ്പം മാതാപിതാക്കൾ തീർച്ചയായിട്ടും മകനെ പോയി കാണണം, അവനുള്ള ഒരു മാനസിക ധൈര്യം കൊടുക്കണം. ചെയ്തു പോയത് അപാരമായ തെറ്റാണ്, ക്രൂരമായ മനസ്സിൻ്റെ ഉടമയാണ് ആ മകൻ എന്ന് കരുതരുത്. കാരണം അപ്പനും അമ്മയുടെ മുമ്പിൽ അവൻ കുട്ടിയാണ്. എത്ര പ്രായം ചെന്നാലും അവൻ കുട്ടിയായിട്ട് മാത്രമേ അവർക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, പ്രോസിക്യൂഷൻ കേസുകൾ നടക്കട്ടെ, ഇവനെ ശിക്ഷിക്കട്ടെ കോടതി, അതൊക്കെ വരുന്ന വഴിക്ക് പോട്ടെ. പക്ഷേ മകനാണ്, ഇനി ഏക മകൻ, ജീവിച്ചിരിക്കുന്ന മകനാണവൻ, പ്രതിയാണ്. 5 പേരെ കൊന്ന, ബന്ധുക്കളെ തന്നെ കൊന്ന, വല്യമ്മയെ കൊന്ന, അപ്പൻ്റെ സഹോദരൻ ഉപ്പായെ കൊന്ന, ഉപ്പായുടെ ഭാര്യയെ കൊന്ന, അതൊക്കെ ശരിയാണ്. ആ കുട്ടി, ആ പയ്യൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊന്ന് ഇളയെ ഓമനിച്ച് വളർത്തിയ, ഇവനും അപ്പനും ഓമനിച്ച് വളർത്തിയ ഇളയ കുട്ടിയെ കൊന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് നടക്കട്ടെ. നമുക്ക് വേണ്ടത് അതൊന്നുമല്ല. ആ അപ്പനും അമ്മയും ഒന്നിച്ചൊരു വീട്ടിലേക്ക് വരട്ടെ, അവർക്കൊരു മനസ്സമാധാനം ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അവർ ഡെസ്പറേറ്റ് ആകല്ലേ. അവർ ഇത്രയും വലിയ സംഭവവാസത്തിൽ നിന്ന് അവർക്ക് ഉണർന്നെഴുന്നേറ്റ് വരാൻ കാലങ്ങളെടുക്കും. അതുകൊണ്ട് അതുവരെയുള്ള ധൈര്യം പൊതുജനങ്ങളും ബന്ധുക്കളും അവർക്ക് 2 പേർക്കും കൊടുക്കട്ടെ. സംഭവിച്ചു കഴിഞ്ഞു. അത് അവർ 2 പേരും ചെയ്തതാണ് അല്ല, ആ ക്രൈംസ് മകൻ ചെയ്തതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ട ധൈര്യങ്ങൾ കൊടുക്കാൻ ബന്ധുക്കളും നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.